ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് വീണ്ടും പോവുകയാണ്. ആഫ്രിക്കയിലെ ഒരു ജലധാര എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായി പോകും. ലോകത്തെ ഏറ്റവും അതിശയകരമായ പ്രകൃതി വിസ്മയങ്ങളിലൊന്നായ വിക്ടോറിയ ഫോൾസ് ആണ് നാം ഇന്ന് ഇവിടെ വിവരിക്കുന്നത്. ആഫ്രിക്കയിലെ രണ്ട് രാജ്യങ്ങളായ സാംബിയയും സിംബാബ്വേയും തമ്മിലുള്ള അതിർത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മഹത്തായ സാംബസി നദിയാണ് ഈ വെള്ളച്ചാട്ടം രൂപപ്പെടുത്തുന്നത്. 1855 സ്കോട്ടിഷ് പര്യവേഷകനായ ഡേവിഡ് ലിവിങ്സ്റ്റൺ ആണ് ഈ വെള്ളച്ചാട്ടം പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. പിന്നീട് ബ്രിട്ടീഷ് രാജ്ഞിയായ വിക്ടോറിയയുടെ പേരിൽ ഇതിന് വിക്ടോറിയ ഫോൾസ് നാമകരണം ചെയ്തു. പ്രാദേശികമായി ഇത് മോസി ഓ ടുന്യ എന്നറിയപ്പെടുന്നു. അതിൻ്റെ അർത്ഥം മുഴങ്ങുന്ന പുക എന്നാണ്. വെള്ളം വലിയ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ ശബ്ദവും മഞ്ഞു പോലെയുള്ള തുള്ളികളും കാരണം ഈ പേര് ലഭിച്ചു. ഏകദേശം 108 മീറ്റർ ഉയരത്തിൽ നിന്ന് വെള്ളം താഴേക്ക് പതിക്കുകയും 1.7 കിലോമീറ്റർ വരെ വീതി വ്യാപിക്കുകയും ചെയ്യുന്നതിനാൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ്. വിക് ഫോൾസ് എന്നറിയപ്പെടുന്ന പട്ടണം വിക്ടോറിയ വെള്ളച്ചാട്ടം സിംബാബ്വേയിലെ മാറ്റാബെലെ ലാൻഡ് നോർത്ത് പ്രവിശ്യയിലെ റിസോർട്ട് പട്ടണവും നഗരവുമാണ്. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ പടിഞ്ഞാറിനറ്റത്ത് സാംബസി നദിയുടെ തെക്കേക്കരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സാംബസി നദി ഈ ഭാഗത്ത് 2 കിലോമീറ്റർ വീതിയിലാണ് ഒഴുകുന്നത്. പിന്നീട് പെട്ടെന്ന് താഴേക്ക് വീണ് അവിടെ മൂടൽമഞ്ഞ് ഉളവാക്കുന്നു. ആയത് 20 കിലോമീറ്റർ ദൂരെ വരെ ദൃശ്യമാണ്. നദി ബസാൾട്ട് മലയിടുക്കുകളുടെ ഭാഗത്തുകൂടി ശബ്ദത്തോടെ താഴേക്ക് പതിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളത്തിന്റെ തിരശീലയാണിത്. അസാധാരണമായ ഭൂമിശാസ്ത്രപരവും ഭൂരൂപശാസ്ത്രപരവുമായ സവിശേഷതകൾക്കും സജീവമായ ഭൂരൂപീകരണ പ്രക്രിയകൾക്കും വെള്ളച്ചാട്ടത്തിലെ ജലധാര, മഞ്ഞ്, മഴവില്ലുകൾ എന്നിവയിൽ നിന്നുള്ള അതിമനോഹരമായ സൗന്ദര്യത്തിനും ഇത് ലോക പ്രശസ്തമാണ്. ഈ പൈതൃക സ്ഥലം 6860 ഹെക്ടർ വ്യാപിച്ചു കിടക്കുന്നു. ഇതിൽ സാംബിയയിലെ മോസി ഓ ടുന്യ ദേശീയോദ്യാനത്തിൻ്റെ 3779 ഹെക്ടർ, സിംബാബ്വേയിലെ വിക്ടോറിയ വെള്ളച്ചാട്ട ദേശീയോദ്യാനത്തിൻ്റെ 2340 ഹെക്ടർ, സാംബസി ദേശീയോദ്യാനത്തിൻ്റെ നദീതീരത്തെ 741 ഹെക്ടർ എന്നിവ ഉൾപ്പെടുന്നു. സാംബസി നദിയുടെ വലതുകരയിൽ പടിഞ്ഞാറോട്ട് 9 കിലോമീറ്റർ നീളുന്ന സാംബസി ദേശീയോദ്യാനത്തിന്റെ നദീതീരവും പാം, കന്ദഹാർ ദ്വീപുകൾ വരെയുള്ള നദിയിലെ ദ്വീപുകളും പാർക്കിനുള്ളിലാണ്. ഇതിലെ പ്രധാന ആകർഷണം വെള്ളച്ചാട്ടം തന്നെയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 915 മീറ്റർ ഉയരത്തിലാണ് ഈ വെള്ളച്ചാട്ടം. ഏകദേശം 1708 മീറ്റർ വീതിയും ശരാശരി 100 മീറ്റർ ആഴവുമുണ്ട്. ഏറ്റവും വലിയ ആഴം 108 മീറ്ററാണ്. വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള നീരാവി 50 കിലോമീറ്റർ ദൂരത്തു നിന്ന് വരെ കാണാൻ കഴിയും. വംശനാശ ഭീഷണി നേരിടുന്ന 4 പക്ഷിയിനങ്ങളുടെ പ്രജനന കേന്ദ്രങ്ങളായി വർത്തിക്കുവാൻ മലയിടുക്കുകൾക്ക് നദി തുരന്നെടുത്തിട്ടുണ്ട്. ടൈറ്റ ഫാൽക്കൺ, ബ്ലാക്ക് ഈഗിൾ തുടങ്ങിയ പക്ഷികൾ വംശനാശം നേരിടുന്ന പക്ഷികളാണ്. ജലധാരാ മേഖലയിൽ നദീതീര മഴക്കാടുണ്ട്. സാംബിയയിൽ നിന്നും സിംബാബ്വേയിൽ നിന്നും വെള്ളച്ചാട്ടം നേരിട്ട് കാണാൻ സാധിക്കും. ഹെലികോപ്റ്ററിൽ വെള്ളച്ചാട്ടം ആകാശത്ത് നിന്ന് വീക്ഷിക്കാം.
ഹെലികോപ്റ്ററിൽ നിന്ന് വെള്ളച്ചാട്ടം നമുക്ക് വീക്ഷിക്കാം. അതേപോലെ തന്നെ വിക്ടോറിയ ഫോൾസ് സിറ്റി നമുക്ക് കാണാം. കൂടാതെ ഭൂമിയിലെ വലിയ പിളർപ്പുകൾ കാണാം. അതിലൂടെ സാംബസി നദി ഒഴുകുന്നത് നമുക്ക് ദർശിക്കാൻ സാധിക്കും. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബസാൾട്ട് സമുദ്രത്തിൽ രൂപപ്പെട്ട പിളർപ്പുകളാണിത്. ഭൂകമ്പം മുതലായ പ്രകൃതി പ്രതിഭാസങ്ങൾ കൊണ്ടുണ്ടായതാകാം. ആ ഗർത്തമാണ് വിക്ടോറിയ ഫോൾസ് എന്ന വെള്ളച്ചാട്ടത്തെ സൃഷ്ടിച്ചത്. വെള്ളച്ചാട്ട ശേഷം നദി ഒഴുകുന്നതും ഗർത്തത്തിനുള്ളിലൂടെയാണ്. ഗർത്തത്തിലേക്ക് പതിക്കുന്നതിന് മുൻപ് പരന്നൊഴുകി വരുന്ന സാംബസി നദി നമുക്ക് വീക്ഷിക്കാൻ സാധിക്കും. ദീർഘദൂര സമുദ്രത്തിലൂടെ ഒഴുകിയാണ് ഗർത്തത്തിനടുത്തെത്തുമ്പോൾ നദി ഏതാണ്ട് 1.5 കിലോമീറ്റർ വീതിയിലാണ് ഒഴുകുന്നത്. ഗർത്തം നേർരേഖയിലേക്ക് അല്ല, വളഞ്ഞു പുളഞ്ഞാണ് അതിൻ്റെ രൂപം. ഒരു പവർ ഹൗസോടെ നമുക്ക് ഉണ്ട് അവിടെ. വെള്ളച്ചാട്ടത്തിനടുത്തായി ഒരു കൂറ്റൻ ഉരുക്ക് പാലവും നമുക്ക് കാണാൻ സാധിക്കും. 108 മീറ്റർ താഴ്ചയിൽ വീഴുന്ന ജലത്തിൽ നിന്നും ജലകണികകൾ മുകളിലേക്ക് ഉയരുന്നത് നമുക്ക് ദർശിക്കാൻ സാധിക്കും. അത് കണ്ടാൽ ഒരു മേഘകഷ്ണം താഴേക്ക് വീണതാണോ എന്ന് ആകാശത്ത് നിന്ന് നമുക്ക് തോന്നും. വെള്ളച്ചാട്ടത്തിനടുത്തുകൂടി നടക്കുക എന്നാൽ മഴ നനയുന്ന പോലെയാണ്. ഗർത്തത്തിൽ നിന്ന് ഉയരുന്ന ജലകണങ്ങൾ നമ്മെ നനച്ചുകൊണ്ടിരിക്കും. വിക്ടോറിയ ഫോൾസ് നിപ്പുറം ഒരു ഹൈവേ നമുക്ക് കാണാൻ സാധിക്കും. സാംബിയയെയും സിംബാബ്വേയെയും ബന്ധിപ്പിക്കുന്ന പാത നവംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് വെള്ളച്ചാട്ടം ഏറ്റവും ശക്തമാവുന്നത്. അതാണ് ആ മേഖലയിലെ മഴക്കാലം. വെള്ളച്ചാട്ടത്തിന് മുൻപുള്ള ഭാഗത്തു കൂടി ബോട്ടിൽ യാത്ര ചെയ്യാവുന്നതാണ്. തീരത്ത് വനമാണ്, വന്യമൃഗങ്ങളുമുണ്ട്. ആഫ്രിക്കൻ ആനകളെ നമുക്ക് കാണാൻ സാധിക്കും. നദിയിൽ ചെറുതും വലുതുമായ തുരുത്തുകൾ കാണാം. ഗ്ലൈഡർ സഞ്ചാരവും അവിടെയുണ്ട്. രണ്ട് രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന കൂറ്റൻ ഇരുമ്പ് പാലം വ്യക്തമായി കാണാം. ആ പാലത്തിന് നേർ പകുതിയിലാണ് രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തി. വലതുവശം സാംബിയയും ഇടതുവശം സിംബാബ്വേയുമാണ്. പാലത്തിൽ നിന്നും ബഞ്ചി ജമ്പിംഗ് സൗകര്യവുമുണ്ട്. ഇന്ന് വിക്ടോറിയ ഫോൾസ് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇവിടെ ഹെലികോപ്റ്റർ യാത്ര, ബഞ്ചി ജമ്പിംഗ്, വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് പോലുള്ള സാഹസിക വിനോദങ്ങൾ ലഭ്യമാണ്. കൂടാതെ ആനകൾ, ഹിപ്പോപ്പൊട്ടാമസ്, വിവിധ പക്ഷികൾ എന്നിവയൊക്കെ അടങ്ങിയ സമ്പന്നമായ ജീവജാല വൈവിധ്യവും ഇവിടെ കാണാം. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിക്ടോറിയ ഫോൾസ് പ്രകൃതിയുടെ അതുല്യ സൗന്ദര്യവും ശക്തിയും പ്രതിഫലിപ്പിക്കുന്നു. ഒരു മഹത്തായ സ്മാരകമാണ്. അടുത്ത വീഡിയോയും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.